മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്നി മുഹാജിറുൻ ഇലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഅബയുടെ പുനർനിർമ്മാണം തുടങ്ങിയത്. സഹായിയായി മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ശക്തികൾ ത്രിശക്തികളാണ്. ഒന്ന്, ആലമുൽ ബർസഖിൽ നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് കാണാപ്പുറത്ത് നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട അൽ ഖാലി അസ്സയ്യിദ് പുസോട്ട തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങൾ അവർകൾ. അദ്ദേഹം വിട പറയുമ്പോൾ വഖിസ് മാ ലം യുഖൽ, ബാക്കി നിങ്ങൾ ഖിയാസാക്കിക്കോ എന്ന് സ്വന്തം മകനെയും മരുമകനെയും ഏൽപ്പിച്ചു. അവർ നടത്തുന്ന വിപ്ലവത്തിൻ്റെ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം എന്നെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ ഈ വേദിയുടെ അല്ലെങ്കിൽ ഹിഫ്ദുൽ ഖുർആൻ ക്യാമ്പസിൻ്റെ ഒരു ശക്തി തടി ചുരുങ്ങിയ ബറക്കത്ത് കൂടിയ മുക്തസറായ ഒരു സേദിയാണ് ഉസ്മാൻ സേദി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വേറെയും മിസാബ് സേദി, ഹസീബ് സേദി തുടങ്ങിയവരും സജീവമായി രംഗത്തുണ്ട് എന്നതിലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് അവശേഷിക്കുന്ന ഏക മുഅ്ജിസത്ത് എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ്. മാറി മാറി വരുന്ന കാലങ്ങളോട് സംവദിച്ചുകൊണ്ട്, ഉപരോധിച്ചുകൊണ്ട്, വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് നിലനിൽക്കുന്ന കാലത്തോളം മുസ്ലിം സമൂഹത്തിന് ഇസ്സത്തിന് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഹിഫ്ള് പ്രൊട്ടക്ഷൻ്റെ ഹിഫ്ളാണ്. അതിൻ്റെ നെസ്സിൻ്റെ വാക്യങ്ങളുടെ ഹിഫ്ളാണ് ഹിഫ്ദുൽ ഖുർആൻ. ഞാനൊരു സംഭവം നിങ്ങളെ ഉണർത്തുകയാണ്. തഫ്സീർ ഖുർത്തുബിയിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന റജുലൻ ഖത്താതൻ, വിദഗ്ധനായ ഒരു ലിപിയുടെ എഴുത്തിൻ്റെ ഉടമ, അറാദ അൻ യംതഹിനൽ അദിയാന, മതങ്ങളെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. അയ്യുഹ അസ്ഹഹ് വ അയ്യുഹ അഹ്സൻ, മതങ്ങളുടെ കൂട്ടത്തിൽ ഏത് മതമാണ് ഏറ്റവും സ്വീകാര്യം, ഏതു മതമാണ് ഏറ്റവും സുന്ദരം എന്ന് പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഫനസഖ വഅമദ ഇല തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചു തൗറാത്തിലേക്ക്, ഇൻജീലിലേക്ക്, വിശുദ്ധ ഖുർആനിലേക്ക്. ശ്രദ്ധിക്കണം. ഫനസഖ മിൻ കുല്ലിൽ കിതാബി നുസ്ഖതൻ, എല്ലാ ഈ മൂന്ന് ഗ്രന്ഥങ്ങളുടെയും ഒരു കോപ്പി അദ്ദേഹം എഴുതിയുണ്ടാക്കി. ബിഖത്തിൻ ജമീലിൻ, മനോഹരമായ എഴുത്തിലൂടെ. എന്നിട്ട് അദ്ദേഹത്തെ പരീക്ഷണം ആരംഭിക്കുകയാണ്. വനഖസ ഫിഹാ വസാദ, പക്ഷേ ഇയാൾ തിരുമറികൾ നടത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലും കൂട്ടി കുറച്ചു. അദ്ദേഹത്തിൻ്റെതായ ഒരു പരീക്ഷണമാണ്. എന്നിട്ട് ഫഅറള തൗറാത്ത അല ഉലമാഇൽ യഹൂദ്, തൗറാത്ത്
ഈ ഭേദഗതിയുള്ള തൗറാത്ത്. പക്ഷേ നല്ല വർണ്ണപ്പകിട്ടായ സുന്ദരമായ രൂപത്തിൽ എഴുതിയുണ്ടാക്കിയ ഈ തൗറാത്ത് ജൂത പണ്ഡിതന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചു. അവിടെ അതിനെ പരിശോധിച്ചു, മറച്ചു നോക്കി. കബിലു അവരെ അത് സ്വീകരിച്ചു. അക്രമ അൽ ഖത്താത്ത ഈ എഴുത്തുകാരനെ ആദരിച്ചു, നല്ല പ്രതിഫലം കൊടുത്തു. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സുമ്മ അറലൽ ഇഞ്ചീല അലൽ കിസീസീൻ, പിന്നെ ഇഞ്ചീൽ ക്രൈസ്തവ പുരോഹിതരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതേപോലെ ബി ഖത്തിൻ ജമീലൻ, ഹഠാതാകൃഷ്ടമായ ലിപിയിലൂടെ. പരിശോധിച്ചു, വരച്ചു, പേജുകൾ മറിച്ചു. അക്രമഹു, ഇദ്ദേഹത്തെ ആദരിച്ചു. അങ്ങനെ മൂന്നാമത് ഇദ്ദേഹം വിശുദ്ധ ഖുർആൻ അദ്ദേഹം ഉണ്ടാക്കിയ കോപ്പി അറലല ഉലമാഇൽ മുസ്ലിമീൻ, മുസ്ലിം പണ്ഡിതന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നയിച്ചപ്പെട്ടിട്ടുണ്ടല്ലോ, കുറെ കൂട്ടിയിട്ടുണ്ട്, കുറെ കുറച്ചിട്ടുണ്ട്. പിടികൂടി അയാളെ ഒന്നറബു നന്നായി പൂശി അടിച്ചു. എന്താണ് നീ ചെയ്തത്? നോട്ട് ഓൺലി ഇത് മാത്രമല്ല, സുൽത്താൻ, ഭരണാധികാരിയുടെ അടുത്തേക്ക് ഇദ്ദേഹത്തെ കേസ് എത്തിച്ചു. ഫഹഖബുൽ ഖത്ൽ, ഇദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്തരമാണ് ഇയാൾ പറയുന്നത്. ക്ഷമിക്കണം, ഇന്നി ഇംതഹൻതു, ഞാൻ പരീക്ഷിച്ചതാണ്. ഫതബയ്യന ലീ, അപ്പോൾ എനിക്ക് ബോധ്യമായി. ഇന്നൽ ഖുർആന ലാ നദീറ ലഹ്, ഖുർആൻ അതുല്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തേത്? അല്ലാഹു തആല ഏറ്റെടുത്ത പദ്ധതിയുടെ പ്രഭാവമാണ് ഇവിടെ കണ്ടത്. ലോകാവസാനം വരെ അതിൽ യാതൊരു ഭേദഗതിക്ക് വിധേയമല്ല. അപ്പം ഇത് ഖുർആൻ വാക്യാണ്. ചില ഇൻ്റർവ്യൂകളിൽ നമ്മുടെ നവപണ്ഡിതന്മാരെ ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ കുസൃതി ചോദ്യങ്ങളാ. അൽഹാഖ് മുത്തക്കാസുർ എന്ന ആയത്തിൽ എത്ര കലിമത്തുകളുണ്ട് ഒന്ന് വേർതിരിച്ച് പറഞ്ഞിട്ട്. ഞാൻ ദീർഘമായ ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഖാലി ഹംദുല്ലയും ഉല്ലാസരൊന്നും ചോദിക്കലില്ല, ചുരുങ്ങിയ ഭാഷയിൽ. അൽഹാഖ് മുത്തക്കാസുർ എത്ര പദങ്ങളുണ്ട്? പിന്നെ അങ്ങ് തുടങ്ങിയല്ല ഇജ്തിഹാദിൻ്റെ പരമ്പര. ഒന്ന് അൽ ഹാക്കും, ഒന്ന് അല്ല്, ഒന്ന് ഹാക്കും, മറ്റൊന്ന് അല്ല്, ഒന്ന് മുത്തക്കാസുർ. മുത്തക്കാസുർ എന്താ സാധനം ഇങ്ങോട്ട് ചോദിക്കണ്ട, പുതിയ സാധനം. ആലോചിച്ച് നോക്കുകയാണ് നമ്മുടെ നിലവാരം. ഇപ്പോഴേ ഞാൻ ഓർക്കുന്നത്, ഒരു യുക്തിവാദിയായ നജീബ്, അയാൾ അവസാനം അദ്ദേഹം യുക്തിവാദിയായിരുന്നു, പിന്നീട് ബുദ്ധിമാനിയായി. അയാൾ പറയുന്നത്, എന്നെ യുക്തിവാദത്തിൽ ഉറച്ചു നിർത്തിയത് ഖുർആനായിരുന്നു. കോവൂരിൻ്റെയും അതുപോലെ തന്നെ മറ്റു യുക്തിവാദികളുടെയും ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ഞാൻ മുന്നേറി. അപ്പം ഖുർആനാണ് എന്നെ യുക്തിവാദത്തിൽ ഉറപ്പിച്ചത്. അതെന്തേ? അത് എനിക്കൊരു സംശയം. ഒരാൾ ജീവിക്കുന്നത് 60 70 മാക്സിമം 100 വയസ്സ്. 100 വയസ്സ് ജീവിച്ച ഒരാൾക്ക് എന്തിനാ ഈ ഖുർആന് ശാശ്വതമായ നരകം കൊടുക്കുന്നത്? അത് അനീതിയല്ലേ? കാരണം അതിന് കണക്കായ നരകമല്ലേ കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. അത് അനീതിയല്ലേ? പിന്നെ ഞാൻ ചിന്തിച്ചു, അല്ല, ഒരു തെറ്റിൻ്റെ പ്രത്യാഘാതം ദൂരവ്യാപകമാണ്. ഒരാളോട് പിഴച്ച ആശയമുണ്ടാക്കിയാൽ ആ ആശയമുണ്ടാക്കാൻ കുറച്ച് സമയം വേണ്ടു. അതിലൂടെ വഞ്ചിക്കപ്പെടുന്നത് വരും തലമുറകളാണ്. അപ്പോൾ അതിൻ്റെ തെറ്റ് ദൂരവ്യാപകമാണ്.
ഒരാളൊരു കൊല ചെയ്താൽ അതിനെ തുടർന്നുണ്ടാകുന്ന കൊലകൾ, അങ്ങനെ എത്രയോ കുരുതികൾ നടക്കുകയാണ്. അവൾക്കൊക്കെ ദുനിയാവിലെ ശിക്ഷ മതിയാവുകയില്ലല്ലോ. നെതന്യാഹുവിനെ അല്ലാഹു തആല ഈ ദുനിയാവിൽ നരകം കൊടുത്താൽ ശിക്ഷ മതിയാവുക? എത്ര സ്ത്രീകളെയും കുട്ടികളെയുമാണ് അയാൾ കൊന്നത്. അപ്പം അതുകൊണ്ട് പോരാ, നരകം തന്നെ വേണം. ഖുർആൻ പറയുന്ന നരകം തന്നെ വേണം. കുല്ലമാ നളിജത്തു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. നരകത്തിൽ വെന്ത് കരിഞ്ഞ ശേഷം വീണ്ടും അതായി ശരീര പൂർവ്വമാറ്റം സംഭവിക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം അവൻ നെഞ്ചിഞ്ചായി വധിക്കപ്പെടണം. അതിനനുകൂലമായ കാലാവസ്ഥ നരകത്തിലാണ്. എന്നിട്ട് അയാൾ പറയാൻ, നരകമെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ എത്ര അനീതിയായിരുന്നു. ആദ്യം അയാൾ പറഞ്ഞത് നരകം എത്ര അനീതിയാണ് എന്നാണ്. പിന്നീട് അയാൾ പറഞ്ഞത് നരകമല്ല ഇല്ലെങ്കിൽ എത്ര അനീതിയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ. എന്താ ഈ കൂട്ടർ ഖുർആൻ ചിന്തിച്ചോരാത്തത്? ഇവരുടെ ഹൃദയങ്ങൾ ലോക്ക്ഡൗണിലാണോ? എന്താ ഈ കൂട്ടർ? എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ സുബഹിസ്കരിച്ച് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ യൂണിറ്റ് തലമെന്നെങ്കിൽ റിസർച്ചിൻ്റെ പ്രഥമ യൂണിറ്റ് തലമെങ്കിലും ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതാൻ തുടങ്ങണം. അല്ലാതെ മലക്കുകളാടോ ഇവിടെ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? ആ അർത്ഥതലത്തിൽ നിന്നായിരിക്കണം റിസർച്ച് നടക്കേണ്ടത്. നജീബായ നേരത്തെ വ്യക്തി, അദ്ദേഹം തന്നെ മറ്റൊരു സംഭവം ഉദ്ധരിക്കുന്നു. സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറഞ്ഞു, വഅൻസൽനൽ ഹദീദ് ഫീഹി ബഅ്സുൻ വമനാഫിഉ ലിന്നാസ്. നാം ഇരുമ്പ് ഇറക്കി, അതിൽ വലിയ ആയോധന ഫലമുണ്ട്, ആ ഇരുമ്പിൽ വലിയ വീര്യമുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട്. ഇദ്ദേഹം ചിന്തിച്ചു, ഇരുമ്പെങ്ങനെ ഇറക്കൽ മേൽഭാഗത്തു നിന്നല്ലേ? ഇരുമ്പ് കുഴിച്ചെടുക്കുന്നത് ഭൂമിയിൽ നിന്നല്ലേ? അപ്പോൾ ഇറക്കൽ എന്നുള്ള പ്രയോഗം ശരിയാണോ? മഴ പെയ്യുമ്പോൾ ഇരുമ്പ് പെയ്യലാണോ? ഇതെങ്ങനെയാണ് ഖുർആനിൽ അൻസൽന എന്ന പദം വന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? എത്ര പ്രാവശ്യമായി ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ട് ഇഷ്കാൽ എന്തെന്നാ ഇരുമ്പ് ഇറക്കി എന്ന് പറയുന്നത്? ഇറക്കൽ നുസൂലും ഇൻസാലൊക്കെ മേൽഭാഗത്ത് നിന്നല്ലേ, ഇതെങ്ങനെയാണ് വന്ന്? അദ്ദേഹം ചിന്തിച്ചു. പിന്നീട് അദ്ദേഹം പറയാണ്, 1960കളിൽ ഇരുമ്പിനെ പറ്റി പഠനം നടത്തി ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം പറഞ്ഞു, ഇരുമ്പിൻ്റെ നിർമ്മിതിക്ക് 100 മില്യൺ താപനില ആവശ്യമാണ്. 100 മില്യൺ താപനില ആവശ്യമാണ്. സൂര്യനാണെങ്കിൽ 15 മില്യൺ താപനിലയേ ഉള്ളൂ. അപ്പോൾ ഇരുമ്പെങ്ങനെ ഉണ്ടായി? അങ്ങനെ 1978 നാസ ആഴത്തിൽ പഠിച്ചു. അപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്, എന്ത്? സൂര്യനേക്കാളും എത്രയോ സുശക്തമായ നക്ഷത്രങ്ങൾ അകാല ചരമം പ്രാപിച്ചിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്, അത് ചിന്നിച്ചെതറിയിട്ടുണ്ട്. അതിൻ്റെ കഷ്ണങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതാണ് ഇരുമ്പ്. അതിറങ്ങി ഭൂമിയിൽ. അങ്ങനെ ഓരോ ഇരുമ്പും ഇതിൽ നിന്ന് നിർഗളിച്ചതാണ് എന്ന് ഞെട്ടിപ്പോയി. ഇദ്ദേഹം സ്തബ്ധനായി. ഇതെങ്ങനെയാണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബിക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്? ഇതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇനിയും ഒരുപാട് പ്രസംഗകർ കാത്തിരിപ്പുന്നുണ്ട്. ഞാൻ അവരുടെ വഴിമുടക്കിയാകുന്നില്ല. നാം ആയത്തിൽ പഠിക്കണം. ആയത്തിൽ പഠിക്കുകയാണെങ്കിൽ അറബി ഭാഷ നന്നായി പഠിക്കണം. എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്. അറബി ഭാഷ നമ്മൾ മനസ്സിലാക്കിയപ്പോഴൊന്നല്ല, ഞെട്ടിപ്പോവും, സ്തബ്ധരായി പോവും. അറബി ഭാഷയുടെ പ്രഭാവത്തിൻ്റെ മുമ്പിൽ തല കുനിഞ്ഞു പോകും.
ഉപരിപ്ലവമായ പഠനം കൊണ്ടൊന്നും ഒന്നും നടക്കുകയില്ല എന്നാണ് അറിയിക്കാനുള്ളത്. അതുകൊണ്ട് നല്ല അടിത്തറയോടുകൂടി ഭാഷ പഠിക്കണം. അതാണ് അതിൻ്റെ LKG ലെവൽ. പിന്നെയാണ് അതിൻ്റെ മഴകൾ പഠിക്കൽ. അങ്ങനെ ഖുർആനിൻ്റെ തീരത്ത് നമ്മൾ എത്തണം. അപ്പോൾ തീരത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ കടലിറങ്ങാൻ തുടങ്ങും. ചില ആൾക്ക് കൂടുതൽ ഇറങ്ങാൻ അറിയാത്തക്ക് മത്സ്യം പിടിക്കാം. കൂടുതൽ ഇറങ്ങാൻ കഴിഞ്ഞ മഹാന്മാർക്ക് മുത്തും മാണിക്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തുന്നില്ല. ഈ നടക്കുന്ന സംരംഭങ്ങൾക്ക് അല്ലാഹു തആല എല്ലാവിധ വിജയവും തൗഫീക്കും ചൊരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു